ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫാൻസി സാരി എങ്ങനെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സിൽക്ക് സാരി എങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. എൻ്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു 1 വീക്ക് മുമ്പ്. അപ്പോൾ അന്നേരം കുറേ ആൾക്കാർ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ഫാൻസി സാരി എങ്ങനെ വെയർ ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 പ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ, അപ്പം അതെങ്ങനെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യം, ഹാൻഡ് കർച്ചീഫ് എങ്ങനെ സാരിയുടെ ടക്കിങ് ചെയ്യാമെന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന സ്റ്റൈലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. വേറെ ഒരുപാട് നല്ല രീതികൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് എൻ്റെതായ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സാരി. ചുരുട്ടിക്കൊണ്ടുപോയി ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സാരി. ഇതാണ് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത്. ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊന്നും വരുന്ന സാരി അല്ല, പക്ഷെ സ്റ്റിൽ അത്യാവശ്യം വർക്കുകളുണ്ട് തന്നെ. ഇതല്ല കേട്ടോ, ഇതാ സൈഡ്, ഇതാണ് കേട്ടോ. അത്യാവശ്യം വർക്കുകളുണ്ട്, എന്നാലും ഒരുപാട് വർക്കുകളുള്ള സാരി അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് ഇത്, അണ്ടർസ്കേർട്ട് വെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ പുക്കളിൻ്റെ നേരെ തന്നെ കെട്ടണം കേട്ടോ. അപ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഇങ്ങനെ മുറി വരാതെ അത് പിന്നെ നല്ലതായിട്ട് എന്താണ് ലെവൽ ചെയ്ത് വെക്കുക. ഈ പൂക്കളിനൊപ്പം ഞൊറികൾ വരാണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് വരറുള്ള പോലെ തോന്നും കേട്ടോ. അപ്പം അതിന് ശേഷം സാരി ഇത് വെച്ച് ഉള്ളിലേക്ക് ടൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫിംഗറിനൊപ്പം നമ്മുടെ തള്ളവരലിന്റെ ഒപ്പം നിൽക്കണം, പാദത്തിന് തൊട്ട് മുകളിൽ പാദത്തിനോട് ചേർന്ന് നിൽക്കണം കേട്ടോ. ഫ്രണ്ട് സൈഡിൽ സാരി എന്ന് പറയുന്നത് അങ്ങനെ കാണിച്ചു തരാതെ കേട്ടോ. ഈ ഒപ്പം നിൽക്കണം ഫ്രണ്ട് സൈഡിൽ സാരി എന്ന് പറയുന്നത്. പാവാട ആവശ്യത്തിന് ഇറക്കം വേണം കേട്ടോ, പാവാട ചെറുതായി പോകരുത്, അല്ലെങ്കിൽ സാരിയിൽ ആ ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ അത് സാരമില്ല. ഇത്രയെങ്കിലും ഒരുപോലെ നിൽക്കണം സാരിയും പാവാടയും തമ്മിൽ, ഇല്ലെങ്കിൽ എന്താ പറ്റുക, അത് മോശമായി പോകും കേട്ടോ. പുറകിലും ഇപ്പൊ നമ്മൾ പുറകിലും അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. ഇതുണ്ട് പുറകില് സാരിക്ക് ഒരു ലെവല് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം സാരി എടുക്കേണ്ട സമയത്ത് ചെരുപ്പിടണം കേട്ടോ. ചെരുപ്പിട്ടിട്ട് എടുക്കാനുള്ള പുറകില് തറയോട് ചേർന്ന് നിൽക്കുന്ന പോലെ വേണം സാരി എടുക്കാൻ. ചെരുപ്പിന് താഴെ നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചെരുപ്പിന് മുകളിലേക്ക് നിന്നാൽ സാരി നടക്കുമ്പോൾ വീണ്ടും കയറി പോകും. അത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാരി ഇങ്ങനെ വേണം നിൽക്കാൻ, ഇല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത പോർഷൻ നമുക്ക് കാണാവേ. ബാക്കിൽ നമ്മൾ കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിവിടെ ഞാൻ കുത്തിയെടുക്കുന്നുണ്ടേ. എന്നിട്ട് ഞാൻ മറ്റേ വീഡിയോ ചെയ്ത പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് എടുത്ത് ഓക്കെ. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല്ലുവിന് ഒരുപാട് ലെങ്ത് വേണ്ട. കാരണം 1 പ്ലീറ്റ് ആയിട്ട് ഫാൻസി സാരിക്ക് എപ്പോഴും 1 പ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടവും കാണാൻ ഭംഗി കൂടുതൽ 1 പ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തിൻ്റെ ആവശ്യമില്ല. മുട്ടിന് കുറച്ച് താഴെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് നിലത്തൂടെ വലിഞ്ഞു പോകും. മുട്ടിന് കുറച്ച് താഴെ നിന്നാൽ മതി. അത് കഴിഞ്ഞിതാ ഇതിവിടെ വേണമെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിൻ കുത്തി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഷോൾഡറിൽ വെറുതെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനത്തെ സാരി ആയതുകൊണ്ട് അഴിഞ്ഞ് പിന്നോട്ടിരിക്കുന്നു കേട്ടോ. ഒരു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കി സാരി. ഇതിൽ കണ്ടോ, പല്ലുവിന് ഞാൻ എത്ര ലെങ്ത് വെച്ചിട്ടുള്ളൂ, കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ 1 പ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഞാൻ നോർമൽ ഈ സാരി ഉടുക്കുമ്പോൾ ഞാനിത് ഒരുപാട് കയറ്റി ഇങ്ങോട്ടേക്ക് വയ്ക്കില്ല കേട്ടോ. സിൽക്ക് സാരി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കയറ്റി വെക്കും, പക്ഷെ ഈ സാരി ഇല്ലേ ഫാൻസി സാരി, അത് എടുക്കുമ്പോൾ കുറച്ച് ഇറക്കി വെക്കും, കുറച്ച് ഇങ്ങനെ വെക്കും. എന്നാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താല്പര്യമില്ലാത്തവരാണെങ്കിൽ കയറ്റി വെച്ചു കേട്ടോ.
അപ്പം അതിനുശേഷം നമ്മളിതാ ഇതെടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മറ്റേ വീഡിയോ ചെയ്ത പോലെ തന്നെ ഇവിടെ കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്യൂർ ആയിട്ട്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്നാണ് പിൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ പ്ലേറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ ഞൊറി എടുക്കാം. ഞാൻ ഈ സൈഡിൽ നിന്നാണ് ഞൊറി എടുക്കുന്നത്. ഇഷ്ടമുള്ളവർ എടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ സാരിക്ക് കുഴപ്പമില്ല. ഈ സാരിക്ക് കുറച്ച് ചെറിയ ഞൊറികൾ എടുക്കാനും പ്രശ്നമില്ല. പക്ഷെ വേറൊരു ലൈൻസ് പോലെ വരുന്ന സാരി ഇല്ലേ, ഫാൻസി സാരി ഇപ്പെടുന്നത്. അതിന്റെ പേരെന്താ? ക്ലോത്തിന്റെ പേരെന്താ? ഷിഫോൺ അല്ല, ക്ലോത്തിന്റെ പേരെന്താ? ഞാൻ മറന്നു പോയിട്ടോ. ഓർഗൻസയാണ് അല്ല, അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. ആ സാരിക്ക് ഇങ്ങനെ ചെറിയ ലൈൻസ് പോലെ ഇങ്ങനെ വരുന്നൊരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ. ആ സാരിക്ക് ഫ്ലീറ്റ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ഫ്ലീറ്റ് എടുക്കണം. ഒരു ഇത്രയെങ്കിലും വലിയ ഫ്ലീറ്റ് എടുക്കണം. ഞൊറി കുറച്ച് കുറഞ്ഞു പോവും, എന്നാലും സാരില്ല. ഇത്രയെങ്കിലും വലിയ ഫ്ലീറ്റ് എടുത്താലേ അത് താഴെ ഒരുപോലെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് നിൽക്കും. മനസ്സിലായല്ലോ അല്ലേ നിങ്ങളുടെ ക്ലോത്ത്? ഞാൻ അതിന്റെ പേര് വിട്ടുപോയി കേട്ടോ. ഈ സാരിക്ക് കുഴപ്പമില്ല. ഇതിന് ക്ലോത്ത് ഉണ്ടോ? ഇതിന്റെ ക്ലോത്ത് ഇതാണ്. ഇത് ജോർജറ്റ് അല്ല. ജോർജറ്റ് ആണോ വെച്ചാൽ ജോർജറ്റ് അല്ല, പക്ഷെ വേറെ എന്തോ എനിക്ക് എന്റെ പേരെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊന്ന് ഞൊറി എടുക്കാം. ഇതിന് കുറച്ച് ചെറിയ ഞൊറിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ വലിച്ച് കുത്താനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു സ്പേസ് ഇവിടെ വിടണം. വിട്ടിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഞൊറി എടുക്കാം കേട്ടോ. ഓക്കെ, ഞൊറി എടുക്കുവാണെങ്കിൽ ഇതിന് കുറച്ച് ചെറിയ ഞൊറിയാണെങ്കിലും കുഴപ്പമില്ല. എടുക്കുന്നുണ്ട്. എത്ര ഞൊറി ഫ്രണ്ടിൽ വരുന്നു അത്രയും ഭംഗിയായി കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ ഞൊറി ഉള്ളത്. ഞൊറി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫാൻസി സാരിക്ക് ഫാൻസി സാരികൾക്ക് സേഫ്റ്റി പിന്ന് കൂടുതൽ ആവശ്യമുണ്ട്. കാരണം അത് പിടിച്ചാൽ പറ്റില്ല, ഒഴുകി വീണ് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഞൊറികളൊന്ന് നിരത്തി വെക്കാം. നിരത്തി വെച്ചിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്ന് ഊറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അത് അഴിഞ്ഞ് വീണ് പോകും കേട്ടോ. ഒരുപോലെ പിടിച്ചിട്ട് ഒരു പിന്ന് ഉള്ളിൽ നിന്ന് കുത്തി കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, അതിനുശേഷം ഒന്നും കൂടെ താഴെ നന്നായിട്ട് പിടിക്കും. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് മുകളിൽ കുത്തിയതാണേ. പാകത്തിനൊന്ന് പിടിക്കാം. നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ കുത്തണമെങ്കിൽ കുത്താം. എനിക്കിത് ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്കിത് ആവശ്യത്തിനാണ്. ഞാനിത് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നത് കാരണം ഓൾറെഡി ഞാൻ സേഫ്റ്റി പിന്ന് കുത്തിയല്ലോ. അതുകൊണ്ട് എനിക്ക് വേറെ സേഫ്റ്റി പിന്നിന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ അടുത്തത് കുത്തി കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം ഇതൊന്ന് നിരത്തി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പാകത്തിന് നിരത്തി വെച്ചിട്ട് ഇവിടെ ഒരു പിന്ന് പാവാട കൂട്ടി നമുക്ക് കുത്താം കേട്ടോ. അണ്ടർ സ്കേർട്ട് കൂട്ടി ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കാം. ഞാൻ കുത്തി വെക്കുന്നത് അണ്ടർ സ്കേർട്ട് കൂട്ടി ഇവിടെ ഒരു സേഫ്റ്റി പിന്ന് കുത്തി വെക്കാം. ഓക്കെ ആണല്ലോ. ഇതിനുശേഷം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പെട്ടെന്ന് കൊടുത്തപ്പം ഇത് നന്നായിട്ട് വലിച്ച് ഈ സൈഡ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് വലിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ടത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പാക്കിങ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇവിടെ വലിയ ബാക്കി വരുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഞൊറികളെല്ലാം കൂടെ ഇങ്ങോട്ട് ചേർത്തു. ഇവിടെ അധികം ബാക്കി വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പാക്കിങ് ചെയ്യാം കേട്ടോ. കൂട്ടി കൊടുത്തിട്ടുണ്ട്. പുറകിലൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തത് കൊണ്ട് നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയുമായേ. ഇത് നമുക്ക് ഈ പോർഷൻ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിങ്ങനെയാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. നമുക്കത് അഴിച്ച് നല്ല രീതിയിൽ ആക്കി കൊടുക്കാം. ഇത് 1 പ്ലേറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടതാ ഈ സൈഡിലത്തെ ഇവിടെ അത്ര ശ്രദ്ധിക്കപ്പെടില്ല കേട്ടോ. കാരണം 1 പ്ലേറ്റ് ആയിട്ട് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇത് അത്ര കാണില്ല. നമ്മൾ കൈ ഇങ്ങനെ പിടിക്കും, സാരി ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഈ സൈഡ് അധികം കാണില്ല. അതുകൊണ്ട് ഈ സൈഡ് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പ്ലേറ്റ് നോക്കുക, പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഈ സൈഡ് അത്ര കാണില്ല. നന്നായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം.
ഹായ്, അപ്പം ഞാൻ ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൗസ് എൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോർഷനിൽ ഒരുപാട് ഇങ്ങനെ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ കയറ്റി വെച്ചാലും സാരിയുടെ ഭംഗി അങ്ങ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കുറച്ച് ഇറക്കി വെക്കുക. ഇത് വരെ മതി കേട്ടോ, ഇത് വരെ മതി. ഒരു മിഡിൽ വരെ. ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ, ഒട്ടും ശരിയല്ല. ഇത് ഇറക്കി വെക്കുക. അതിനുശേഷം ഈ ഫ്രണ്ടിലായിട്ട് സേഫ്റ്റി പിൻ കുത്തരുത് ദയവ് ചെയ്ത്. അത് കുത്തിയാലുള്ള ഫ്ലീറ്റ് ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ 1 ഫ്ലീറ്റായിട്ട് എടുക്കുമ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് പുറകില്ല ഈ പോർഷനിലായിട്ട് വേണം, ഇങ്ങോട്ടേക്ക് വേണം പിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ കുത്തി വെച്ചാലും കഴുത്തിൽ കൂടി ഇങ്ങനെ കയറിയിരിക്കും. ഇത് കുറച്ച് വലിച്ചു വെച്ചിട്ട് ഈ പോർഷനിലായിട്ട് പിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ചെയ്ത് തരാവേ. ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ടേ. ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ സാരി. ഇതാണ് സാരിയുടെ സിറ്റുവേഷൻ. ഇത് ഇനി ഇങ്ങനെ തന്നെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ഇടാം. ചില ആൾക്കാര് ഇവിടെ പിൻ ചെയ്തിട്ട് ഇതിന്റെ പുറകിൽ ഇവിടെയും കൂടെ ഒരു പിൻ ചെയ്ത് കൊടുക്കും. ഇതിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഇടണം, പ്രോബ്ലം ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ ഓക്കെ ആണ്. കണ്ടോ, കാണുന്നുണ്ടല്ലോ. ഈ സാരിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരെ. ഞാൻ അതങ്ങനെ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. ഇതിന്റെ പല്ലുകൊണ്ട് ലെങ്ത് കിടക്കും, നല്ലതുപോലെ തലയോടൊട്ടി കിടക്കും കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ പോവാം, കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കും. ഈ ക്ലോത്ത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ക്ലോത്താണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പോർഷൻ നമുക്ക് അധികം കാണത്തില്ല. അത് ജസ്റ്റ് ഇങ്ങനെ കാണുള്ളൂ. അതുകൊണ്ട് ഇതിന് വലിയ കെയർ കൊടുക്കണമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇടാം. പിന്നെ ഇത് പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാ കേട്ടോ. പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ പിൻ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിങ്ങനെ വെക്കും. ഈ കൈ നമ്മളതായി സാരി കയ്യിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട്, ഈസി വേ ആണേ. എനിക്കെല്ലാം ഈസി ആയിട്ട് ചെയ്തതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞുറിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പൊ നമുക്കൊന്ന് പിൻ ചെയ്യാം. അത് പുറത്തൂടെ പിന്ന് ചെയ്യരുത് കേട്ടോ. പുറത്തൂടെ ചെയ്താൽ കാണും. ഈ മുകളിലത്തെ ഒരു ഞുറി വിട്ടിട്ട് ഇതിൻ്റെ അകത്തൂടെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലും വളരെ കട്ടി കുറഞ്ഞ സാരി ആണെങ്കിൽ കുറച്ച് കാണും. ഓക്കെ, കണ്ടു. ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ കുത്തുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ എടുക്കുമ്പോൾ കൈ ഒന്ന് അനക്കും എടുക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പൊ ഇതൊരു ഭംഗികേടാണ് ഇപ്പൊ സത്യത്തില്. പക്ഷെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. തന്നെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഈ പോർഷൻ ആണെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചു വെച്ച് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഞൊറി വരെ കിട്ടും. അവിടെ ഒന്ന് നന്നായിട്ട് ഞൊറി പിടിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ കാര്യം. ഭയങ്കര ഈസിയാണ്. ഫാൻസി സാരി എടുക്കാൻ സത്യത്തിൽ നല്ല എളുപ്പമാണ്. മറ്റു സാരി എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഫാൻസി സാരി എടുക്കാൻ. ഇതിങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോവാം. ഇങ്ങനെ പിടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പിടിക്കാം. കാണാമല്ലോ അല്ലേ? ഇങ്ങനെ പിടിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് എത്ര ടൈറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇത് ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഓവർ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഈ പിൻ ഇങ്ങനെ കയറി താഴോട്ട് പോകും. അപ്പം അത് കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് പിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലൗസിൽ കൂട്ടി ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാറുണ്ട് ചില ആൾക്കാർ. ഈ ബ്ലൗസിൽ ഈ പോർഷൻ ഈ ബ്ലൗസിൽ ഇങ്ങനെ കൂട്ടി പിൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വെക്കാറില്ല. ഇവിടെ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ടവർക്ക് വെക്കാം. പക്ഷെ കൈയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ കൈ എടുക്കുമ്പോൾ അതിങ്ങനെ കാണും കേട്ടോ. ഓക്കെ, ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കണ്ടോളൂ. ഫുള്ളായിട്ട് സാരിയുടെ താഴെ ഭാഗം കറക്റ്റ് ലെവലിൽ നിൽക്കുന്നത്. പല്ലു നോക്കൂ. ലെങ്ത് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പല്ലു കണ്ടോ? ഇപ്പം ഇത്രയും ലെങ്ത് പല്ലുവിന് നോർമലാണ്. കണ്ടോ ഇത്ര ലെങ്ത്. ഇത് നമ്മളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഈ പോർഷനിൽ നിൽക്കും, ഈ ഭാഗത്ത് നിൽക്കും. ഇത്ര ലെങ്ത് വേണം പല്ലുവിന്, എന്നാലും അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, പുറകിൽ ചെരുപ്പൊന്നും കാണുന്നില്ല, ഇഷ്യൂ ഇല്ല. ചെരുപ്പ് കുറച്ച് കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് സാരി ഒക്കെ ആകുമ്പോൾ തലയോടൊട്ടി നിൽക്കണമെന്നില്ല.
ഓക്കെയാണ്. ഈ സൈഡ് നമ്മൾ അത്ര ശ്രദ്ധിക്കപ്പെടത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. മറ്റേ സാരി പോലെ ശ്രദ്ധിക്കില്ല ഈ സൈഡ്. ബാക്ക് സൈഡ് കാണാമല്ലോ, നന്നായിട്ട് കാണാമല്ലോ. ബാക്ക് സൈഡ് നന്നായിട്ട് കാണിച്ചു തരാൻ വേണ്ടി സാരി. എനിക്ക് ഈ സാരിക്ക് ഇത് അഴിച്ചിടുന്നതാണ് എനിക്കിഷ്ടം. ഇത് കുത്താത്തതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്തിരിക്കാം. ഇത് ഒരുപാട് ഇങ്ങനെ കയറ്റി വെച്ചാലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഞൊറികൾ രൂപപ്പെടും. അപ്പൊ ഇത് കുറച്ച് ഇറക്കി വെച്ചാൽ അത്ര കുഴപ്പമില്ല കേട്ടോ. വയറ് കാണും എന്നൊക്കെ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ബ്ലൗസും പാവാട ഇട്ട് കഴിയുമ്പോൾ വയറും കാര്യങ്ങളായിട്ട് കട്ടി കുറഞ്ഞ സാരി ആണെങ്കിലും കാര്യം പെട്ടെന്ന് കാണും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള വേ ആണ് കേട്ടോ, ഏറ്റവും സിമ്പിളാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ എന്താ 1 പ്ലീറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പിൻ ചെയ്യണം എന്നുള്ളവർക്ക് പിൻ ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ ഇവിടെ പിൻ ചെയ്യും. ഇങ്ങനെ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് നിൽക്കും. കുഴപ്പമില്ല കേട്ടോ, ചെയ്യേണ്ടവർക്ക് ചെയ്യാമേ. ചെയ്യുമ്പോൾ മുകളിൽ കൂടെ ചെയ്യരുത്, അകത്തോടെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കാണും വേഗം. ഞാൻ ഹെഡ്സെറ്റ് ഇട്ടിരിക്കുന്നതിന് മൈക്കില്ലാത്തതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെന്താ ഞാൻ പറഞ്ഞത്, തുവാല ഹാൻഡ് കർച്ചീഫ് എങ്ങനെ ടക്കിങ് ചെയ്യാം എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇതിൻ്റെ കൊടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഹാൻഡ് കർച്ചീഫ്. ഇതാണ് നമ്മൾ ഈ സാരിക്ക്, ഈ ഫാൻസി സാരിയുടെ കൊടുത്തുള്ള ടക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം വളരെ വെയിറ്റ് ഇത്ര കട്ടിയേ ഉള്ളൂ ഈ സാരിക്ക്. ഇത് എന്തിട്ടാലും പുറത്ത് കാണും. അപ്പം ഇങ്ങനത്തെയുള്ള സാരിക്ക് ഒന്നെങ്കിൽ അതിൻ്റെ കളർ ചേർന്നിട്ടുള്ള കർച്ചീഫ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, കയ്യിൽ പിടിച്ചാൽ മതിയല്ലോ. നോർമൽ സിൽക്ക് സാരി ഉപയോഗിക്കുമ്പോൾ, ഞാൻ സിൽക്ക് സാരി ഉപയോഗിക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെയുള്ള സാരി, ഫാൻസി സാരി, കട്ടി കുറഞ്ഞ സാരി ഉപയോഗിക്കുമ്പോൾ ഇത് കർച്ചീഫ് ടക്കിങ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന മോഡലിൽ ചെയ്താൽ അത് പുറത്ത് കാണും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കാമല്ലോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബാഗിലിടാമല്ലോ, കുഴപ്പമില്ല. ടക്കിങ് ചെയ്യണമെങ്കിൽ സിൽക്ക് സാരി യൂസ് ചെയ്യുമ്പോൾ ടക്കിങ് ചെയ്യാനുള്ള മാർഗമാണ് പറയുന്നത്. അതാ ഇങ്ങനെ നോർമലായിട്ട് മടക്കാം, ഇങ്ങനെയൊക്കെ മടക്കാം. പക്ഷെ ഇതുപോലെയുള്ള കർച്ചീഫുകൾ ഇങ്ങനെ മടക്കിയാൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. കാരണം കണ്ടോ, ഇതൊരു പഫി ആയിട്ടുള്ള കർച്ചീഫാണ്. അപ്പം എന്ത് ചെയ്യാം, ഇത്രയും ചെറുതായിട്ട് മടക്കണ്ട, കോൺ ടു കോൺ മടക്കാം. കണ്ടോ, ഇതിങ്ങനെ മടക്കി കാണുന്നുണ്ടല്ലോ, അത് ഇതിങ്ങനെ മടക്കി ഇതൊന്നും കൂടി ഇങ്ങനെ മടക്കാം. അപ്പം അത്രയും കട്ടി ഫീൽ ചെയ്യില്ല. എന്നിട്ട് നമുക്കിത് ടക്കിങ് ചെയ്യാം. ഓക്കെ, എന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പോർഷനിൽ നമ്മളുടെ സാരിയുടെ ഈ പോർഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പോർഷനിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. ഓക്കെ, ഫാൻസി സാരി ഒക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കാണും. എപ്പോഴും നമ്മളിപ്പോൾ കവർ ചെയ്ത് ഇങ്ങനെയൊന്നും പിടിക്കില്ല, നമ്മൾ ശ്രദ്ധ നമ്മുടെ പോകുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കാണും. ഇതിൻ്റെയൊക്കെ പിടിക്കുവാണെങ്കിൽ ചിലപ്പം അത്ര ശ്രദ്ധിക്കൂലായിരിക്കും. എന്നാൽ ലൈറ്റ് കളർ ഒന്നെങ്കിൽ വൈറ്റ് ടോപ്പും ഈ സാരിക്ക് മാച്ച് ആവുന്ന ഒരു കളർ എടുത്താൽ പെട്ടെന്ന് ശ്രദ്ധിക്കൂലായിരിക്കും. സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏത് കളർ എടുത്താലും കുഴപ്പമില്ല, ഒന്നും കാണത്തില്ല കേട്ടോ. ഇവിടെ പ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇത് ഇവിടെ ഇങ്ങനെ ടക്കിങ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ്, ഹാൻഡിലൊന്ന് എന്താ കൈ ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ തോന്നിയാൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ, ഈസി ആയിട്ട് കൈ തുടയ്ക്കുക, ആരും അറിയില്ല. ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് കുത്തി വെച്ചാൽ ആരും അറിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ കർച്ചീഫ് ടക്കിങ് ചെയ്യുന്ന രീതി. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പൊ അതാണ് കേട്ടോ ഹാൻഡ് കർച്ചീഫ് ടക്കിങ് ചെയ്യുന്ന രീതി. അപ്പൊ വേറെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയുക. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണേ. ഞാൻ എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്, അവർക്ക് റിപ്ലൈ തരാറുണ്ട്. ഇന്ന് ലൈവ് പോവാതെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്, കാരണം നിങ്ങൾക്ക് സാരി വീഡിയോസ് കൂടുതൽ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ട്രൈപോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ട്രൈപോഡ് വന്നു, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്താണ് കേട്ടോ.
പിന്നെന്താ, പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കരുത്. കമൻറ്റ്സ് എന്തായാലും കാണുന്ന എല്ലാ ആൾക്കാരും അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അങ്ങനത്തെ സജഷൻസ് അതും കൂടെ പറയാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.